നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30ാം വാർഷികവും പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30ാം വാർഷികവും പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും യാത്രയയപ്പ് സമ്മേളനവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മമ്മുഹാജിയുടെ സ്മരണയിലാണ് NAM ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത്. 30 വർഷം വിജയകരമായി സ്കൂൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നാസർ മാസ്റ്റർ സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്ന SSLC പരീക്ഷ എഴുതിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഈ വിദ്യാലയം. നല്ല റിസൾട്ടുമുണ്ട്, കൂടുതൽ A+കാരുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നല്ല മികവാർന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും 3 പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ വിദ്യാലയം വളരെ ഉയർന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായും അഭിമാനത്തോടുകൂടി ഇനിയുള്ള നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. സ്നേഹാദരമുണ്ട്, വിജയോത്സവമുണ്ട്, അതേപോലെ യാത്രയയപ്പ് നൽകുന്ന ടീച്ചർമാരെ ആദരിക്കുന്നുണ്ട്. NAM ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ NAM എന്ന ആ ബഹുമുഖ പ്രതിഭയുടെ പേരിൽ അറിയപ്പെടുന്ന വിദ്യാലയം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലെ ഓരോ വർഷം കൂടുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ കുതിപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എന്നും ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. കൂടുതലായി പലതും പറയാമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശേഷം വരുന്നത്. ഇന്ന് ഇത് കഴിഞ്ഞാൽ ഇനിയും 6ഓളം പരിപാടികൾ അദ്ദേഹത്തിന്. മന്ത്രിക്കുള്ള ഉപഹാര സമർപ്പണം കുർവാളി മമ്മുഹാജി നിർവഹിച്ചു. MLAക്കുള്ള ഉപഹാര സമർപ്പണം NA അബൂബക്കർ മാസ്റ്റർ നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ VK അബ്ദുൽ നാസർ റിപ്പോർട്ട് അവതരണം നടത്തി. KK മുഹമ്മദ് സാഹിബ് അനുസ്മരണം മുൻ പത്രാധിപർ CP സൈദലവി നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ, DDE കണ്ണൂർ ഷൈനി D, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന KC, M അബ്ദുൽ ഹമീദ്, NP മുനീർ, N സുലൈമാൻ മാസ്റ്റർ, N പത്മനാഭൻ, മുഹമ്മദ് അലി വിളക്കോട്ടൂർ, PK യൂസഫ് ഹാജി, KK കരീം ഹാജി, KT ജാഫർ, UK അഷ്റഫ്, മുഹമ്മദ് ആരിസ് M എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് വർക്കിംഗ് ചെയർമാൻ V നാസർ മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിദ്ദിഖ് കൂടത്തിൽ നന്ദിയും പറഞ്ഞു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, N സൂപ്പി, കവിത KT, മൊയ്തു U, ഷഫീന V, അബ്ദുറഹ്മാൻ KP എന്നിവരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് അവരുടെ മറുമൊഴിയും ഉണ്ടായിരുന്നു. MBBS ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന ലക്ഷ്യത്തോടുകൂടി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരാൾ പിന്നീട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സാധാരണ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ എവിടെയോ വലിയൊരു എഞ്ചിനീയറായി റിട്ടയർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ഡോക്ടറായിട്ട് ആയുസ്സിലുണ്ടായിരുന്നെങ്കിൽ സർവീസ് സേവനം തുടങ്ങുമായിരുന്ന ഒരാൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ, ജനങ്ങളെ സേവിക്കാൻ, പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ആ മനുഷ്യൻ കാലങ്ങൾ കടന്നുപോയാലും നേരത്തെ പറഞ്ഞവരെ പോലെ ഓർമ്മിക്കപ്പെടുന്നു. അതാണ് KK മുഹമ്മദ് സാഹിബ് എന്ന സ്ഥാനം എന്ന് പറയുന്നത്. ഓരോ വർഷവും ഞാൻ ഇവിടെ ഇവിടെയാണ് ഹൈസ്കൂളും പ്ലസ് ടു പഠിച്ചത്. ഇതേ സ്ഥാപനത്തിലാണ് അധ്യാപികയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടുകൂടിയാണ് ഞാൻ
ഈ തിരുവനന്തപുരത്ത് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. കാരണം ഈ ഒരു മഹത്തായ ചടങ്ങിന്റെ ഭാഗമാണ് എനിക്ക് കഴിയുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഈ എണ്ണയിൽ നിന്ന് മഹത്തായ സ്ഥാനം ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ പഠ്യേതര രംഗത്തുള്ള ഓരോ വർഷവും ഓരോ മേഖലകളിലാണ് കാര്യപരിപാടികളിലേക്ക് നമ്മൾ കടക്കുന്നത്. മന്ത്രി വന്നതിന് ശേഷം നമ്മുടെ അനുസരണ പ്രഭാഷണം കുറിച്ച് ഒരനുസരിച്ച് പ്രഭാഷണം നടത്തണമെന്ന് UCF ആലോചിക്കുകയും അത് ഇത്തരത്തിലൊരു പരിപാടിയിൽ നടത്തണമെന്നാണ് ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മന്ത്രിക്ക് ശേഷം നമ്മുടെ അനുസരണ പ്രഭാഷണം നടത്തുമ്പോൾ അത് ഫലപ്രദമായ രീതിയിലുള്ള ഒരു അനുസരണമാകും. സമഗ്ര ന്യൂസ്, പനൂർ.